ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഒരു രാജ്യം നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആ രാജ്യത്ത് നിങ്ങൾക്ക് ജോലി നൽകുന്നു. ആ രാജ്യം നിങ്ങളെ സാമ്പത്തികമായി മെച്ചപ്പെടുത്തിയെടുക്കുന്നു. ആ രാജ്യം നിങ്ങളെ കരുതലോടുകൂടി കാണുന്നു. എന്നിട്ട് ആ രാജ്യത്തുള്ള ആളുകൾ പറയുന്നു, നിങ്ങൾ നല്ലവരായ ഹിന്ദുസ്ഥാനികൾ എന്ന്. അങ്ങനെ പറഞ്ഞ അറബികളെ കൊണ്ട് സംഘികളെ നിങ്ങൾ മാത്രം അവരെ തിരുത്തി പറയിപ്പിച്ചിരിക്കുകയാണ്. അവർ ഇപ്പോൾ പറയുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ നെറികേട് കാണിക്കുന്നവരാണ് എന്ന്. സ്വന്തം രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് വന്ന് താമസിക്കുകയും ആ രാജ്യത്ത് ജോലി ചെയ്യുകയും ആ രാജ്യം അവർക്ക് അന്നം നൽകുകയും ചെയ്തപ്പോൾ എല്ലാം വാങ്ങിക്കൂട്ടിയതിന് ശേഷം അവിടെയുള്ള ആളുകളെ മോശമായി ചിത്രീകരിക്കുകയാണ് എന്ന് അറബികൾ പരസ്യമായി തന്നെ വിളിച്ചു പറയുമ്പോൾ, സംഘികളെ, നിങ്ങൾ ഈ രാജ്യത്തിന് നാണക്കേടാണ്, ഈ ലോകത്തിന് നാണക്കേടാണ്. നിരപരാധികളായിട്ടുള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാ ഇന്ത്യക്കാർക്കും നിങ്ങൾ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. കാര്യം കൈവിട്ടു പോയിരിക്കുകയാണ്. അറബ് ലോകം സംഘികളുടെ വിദ്വേഷ പ്രചരണങ്ങളെ വലിയ രീതിയിൽ നേരിടാൻ മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് നിരപരാധികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള ഇന്ത്യക്കാർക്ക് ചിലപ്പോൾ അറബ് ലോകത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ടു പോയേക്കാം. അതിന് കാരണം ഈ സംഘികൾ മാത്രമാണ്, ഈ സംഘപരിവാർ പ്രവർത്തകർ മാത്രമാണ്. അറബ് ലോകം ഇന്ത്യയോട് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അറബ് ലോകത്തിന്റെ കൂട്ടായ്മയായ അറബ് ലോക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള OIC ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. അവരുടെ മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള IPHRC വളരെ വ്യക്തമായി ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നു, അറബ് ലോകത്തുള്ള മുസ്ലിങ്ങൾക്കെതിരെ, അറബ് ലോകത്തുള്ള പൗരന്മാർക്കെതിരെ നിങ്ങളുടെ രാജ്യത്തുള്ള സംഘപരിവാർ പ്രവർത്തകർ അഥവാ ഹിന്ദുത്വ തീവ്രവാദികൾ മോശമായ പരാമർശങ്ങൾ നടത്തുകയാണ്. അത് വെച്ചു പുറപ്പിക്കരുത്. ശക്തമായ നടപടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തീരുമാനമുണ്ടാകുമെന്നുള്ള ഒരു നിർദ്ദേശം നരേന്ദ്രമോദിക്ക് തന്നെ, ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് തന്നെ അവർ നൽകുമ്പോൾ അപകടമാണ് സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ. കാരണം കേരളമായാലും ഇന്ത്യയിലെ ഏത് സംസ്ഥാനമായാലും അല്ലെങ്കിൽ ഇന്ത്യ തന്നെ എടുത്തു നോക്കിയാൽ ഇന്ത്യയിലെ പണം എന്ന് പറയുന്നത് വിദേശ പണം തന്നെയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് സുഖമായി ജീവിക്കുന്നതിൽ അറബ് ലോകത്തിനുള്ള പങ്ക് ചെറുതൊന്നുമല്ല. ആ രാജ്യത്തെ സാമ്പത്തിക സ്രോതസ്സുകളെ ഇന്ന് ഈ രാജ്യം ആശ്രയിച്ചിരിക്കുന്നു. എത്രയെത്ര ആളുകളാണ് അറബ് ലോകത്ത് ജോലി ചെയ്യുന്നുള്ളത്. പക്ഷെ ഈ സംഘികൾ അവിടെ പോയിട്ട് പണിയെടുത്ത് സമ്പാദ്യം കുന്നുകൂട്ടിയതിനു ശേഷം അതേ രാജ്യത്തിരുന്നു കൊണ്ട് അതേ രാജ്യത്തെ പൗരന്മാർക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പുലർത്തുമ്പോൾ അവരുടെ മനോഭാവം എന്താണ്? അവർ എത്രത്തോളം അപകടകാരികളാണ്, അവർ എത്രത്തോളം നാണക്കേടാണ് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസമാണ് സൗദി പണ്ഡിതനായിട്ടുള്ള ആബിദ് സഹ്റാനിയും UAE രാജകുടുംബാംഗമായിട്ടുള്ള ഷെയ്ഖ ഹിന്ദ് ബിന്ത് ഫൈസൽ അൽ കാസിമി, അതായത് രാജകുടുംബാംഗമായിട്ടുള്ള അവർ, ഈ രണ്ടുപേരും രംഗത്ത് വന്ന് പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് നമ്മൾ തരുന്ന ജോലി നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അതിൽ നിന്ന് സമ്പാദ്യമുണ്ടാക്കിയതിന് ശേഷം നമ്മുടെ രാജ്യത്തുള്ളവരെ അപമാനിക്കരുത്. ഇനി അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് അവർ താക്കീതിന്റെ ഒരു രൂപത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് അവർ അവസാനിപ്പിച്ചു എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതാ വീണ്ടും ബംഗളൂരുവിലെ അഥവാ കർണാടകയിലെ BJP-ക്കാർ യുവ തുർക്കി എന്ന് വിളിക്കുന്ന തേജസ്വി സൂര്യയുടെ ഒരു പോസ്റ്റ് അഥവാ ഒരു ട്വീറ്റ് വീണ്ടും കുത്തിപ്പൊക്കുകയാണ് സംഘികൾ തന്നെ. അവർ കുത്തിപ്പൊക്കിയിട്ട് ഇതാ ഞങ്ങളുടെ നേതാവ് നിങ്ങളെ വലിയ രീതിയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ ലൈംഗികതയ്ക്ക് അടിമയാക്കപ്പെട്ടവരാണ് എന്ന് ഞങ്ങളുടെ നേതാവ് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് അറബ് ലോകത്തിന് മുന്നിൽ ധാർഷ്ട്യത്തോട് വിളിച്ചു പറയുന്ന സംഘി ഭീകരന്മാർ. എന്താണ് തേജസ്വി സൂര്യ എന്ന BJP-യുടെ MP പറഞ്ഞിട്ടുള്ളത്? അറബികളായിട്ടുള്ള സ്ത്രീകൾക്ക് ലൈംഗിക തൃപ്തി ഉണ്ടാകുന്നില്ല, അവർ കുട്ടികളെ ഉണ്ടാക്കുന്നത് വെറും ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി മാത്രമാണ് എന്നാണ് ആ BJP MP വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. എത്ര മോശമായ ഒരു പരാമർശമാണ്. ഒരു രാജ്യത്തെ സ്ത്രീകളെ ഒന്നടങ്കം
അപമാനിക്കുമ്പോൾ ആ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരോട് അവർ ഏത് രീതിയിൽ പെരുമാറുമെന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ചുകൂടെ? സംഘികളെ, നിങ്ങൾ അപകടമാണ്. നിരപരാധികളായിട്ടുള്ള ഒരുപാട് ഇന്ത്യക്കാരുടെ ജോലി ആയിരിക്കും ചിലപ്പോൾ സംഘികളായിട്ടുള്ള ഹിന്ദു തീവ്രവാദം മുന്നോട്ട് വെക്കുന്ന ആളുകൾ കാരണം പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ഹൈന്ദവരുടെ ജോലി പോകാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നുള്ളത്. എന്തായാലും ഒരു കാര്യം എടുത്തു പറയാം, ഇത് അപകടം തന്നെയാണ്. ഈ അപകടത്തെ ഇല്ലാതാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇല്ലാതാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ പട്ടിണിയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Aiva Silks, Kasargod, Kaningad, Mangalore.